ദൈവത്തിന് മഹത്വം. നമ്മുടെ പ്രതിദിന ആഹാരം ജൂൺ 25. വിശ്വാസം കേൾവിയാൽ വരുന്നു. ആകയാൽ വിശ്വാസം കേൾവിയാലും കേൾവി ക്രിസ്തുവിന്റെ വചനത്താലും വരുന്നു. അപ്പോസ്തലനായ പൗലോസ് റോമർക്ക് എഴുതിയ ലേഖനം 10-ാം അധ്യായം 17-ാം വാക്യം. പാസ്റ്റർ ബോബിനുണ്ടായ ഒരു പരുക്ക് തന്റെ ശബ്ദത്തെ ബാധിച്ചപ്പോൾ അദ്ദേഹത്തിന് 15 വർഷത്തോളം നീണ്ടുനിന്ന പ്രതിസന്ധികളും വിഷാദവും നേരിടേണ്ടി വന്നു. സംസാരിക്കാൻ കഴിയാത്ത ഒരു പാസ്റ്റർ എന്താണ് ചെയ്യുന്നത് എന്ന് അദ്ദേഹം ആശ്ചര്യപ്പെട്ടു. തന്റെ സങ്കടവും ആശയക്കുഴപ്പവും ദൈവത്തോട് പകർന്നുകൊണ്ട് അവൻ ഈ ചോദ്യത്തോട് പോരാട്ടം നടത്തി. എനിക്ക് ഒരു കാര്യം മാത്രമേ ചെയ്യാൻ അറിയാവൂ, ദൈവവചനത്തെ പിന്തുടരുക, അദ്ദേഹം ഓർമ്മിച്ചു. അദ്ദേഹം ബൈബിൾ വായിക്കാൻ സമയം ചിലവഴിച്ചപ്പോൾ ദൈവത്തോടുള്ള തൻ്റെ സ്നേഹം വർദ്ധിച്ചു. ഞാൻ എൻ്റെ ജീവിതം തിരുവെഴുത്തുകളിൽ മുഴുകുന്നതിനും അതിനെ ആഗിരണം ചെയ്യുന്നതിനും വേണ്ടി സമർപ്പിച്ചിരിക്കുന്നു. എന്തുകൊണ്ടെന്നാൽ വിശ്വാസം കേൾവിയാലും കേൾവി ക്രിസ്തുവിൻ്റെ വചനത്താലും വരുന്നു. അപ്പോസ്തലനായ പൗലോസ് റോമക്കാർക്ക് എഴുതിയ ലേഖനത്തിൽ വിശ്വാസം കേൾവിയാൽ വരുന്നു എന്ന പ്രയോഗം നാം കാണുന്നു. തൻ്റെ എല്ലാ യഹൂദന്മാരും ക്രിസ്തുവിൽ വിശ്വസിക്കാനും രക്ഷിക്കപ്പെടാനും പൗലോസ് ആഗ്രഹിച്ചു. അവർ എങ്ങനെ വിശ്വസിക്കും? വിശ്വാസത്താൽ ക്രിസ്തുവിൻ്റെ വചനത്തിൻ്റെ കേൾവിയിലൂടെ. പാസ്റ്റർ ബോബ് ക്രിസ്തുവിൻ്റെ സന്ദേശം സ്വീകരിക്കാനും വിശ്വസിക്കാനും ശ്രമിക്കുന്നു. പ്രത്യേകിച്ചും അദ്ദേഹം ബൈബിൾ വായിക്കുമ്പോൾ. അദ്ദേഹത്തിന് ഒരു ദിവസം 1 മണിക്കൂർ മാത്രമേ സംസാരിക്കാൻ കഴിയൂ. അങ്ങനെ ചെയ്യുമ്പോൾ പോലും അദ്ദേഹത്തിന് നിരന്തരം വേദന അനുഭവപ്പെടുന്നു. എന്നാൽ തിരുവെഴുത്തുകളിൽ മുഴുകുന്നതിലൂടെ ദൈവത്തിൽ നിന്ന് സമാധാനവും സംതൃപ്തിയും അദ്ദേഹം കണ്ടെത്തുന്നു. അതുപോലെ നമ്മുടെ പോരാട്ടങ്ങളിൽ യേശു തന്നെ വെളിപ്പെടുത്തുമെന്ന് നമുക്ക് വിശ്വസിക്കാം. നാം നേരിടുന്ന വെല്ലുവിളികൾ എന്തു തന്നെ ആയാലും യേശുവിൻ്റെ സന്ദേശം കേൾക്കുന്നതിലൂടെ യേശു നമ്മുടെ വിശ്വാസം വർദ്ധിപ്പിക്കും. ചിന്തിക്കുക, തിരുവെഴുത്തുകളിൽ മുഴുകുന്നത് നിങ്ങളുടെ വിശ്വാസത്തെ എങ്ങനെയാണ് ശക്തിപ്പെടുത്തുന്നത്? ജീവിതം വെല്ലുവിളി നിറഞ്ഞതായിരിക്കുമ്പോഴും നിങ്ങൾ എങ്ങനെയാണ് സംതൃപ്തി കണ്ടെത്തുന്നത്? ദൈവത്തിന് മഹത്വം.